നമസ്കാരം. ഡോക്ടർ ക്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ. പക്ഷേ ബ്രസ്റ്റ് ക്യാൻസർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളിൽ കണ്ടുവരുന്ന മറ്റൊരു ക്യാൻസറാണ് ഗർഭാശയ ക്യാൻസർ. തുടക്കത്തിലെ കണ്ടെത്തി ചികിത്സിക്കുകയും പരിശോധനകൾ നടത്തുകയും ചെയ്താൽ ഒരു പരിധിവരെ നമുക്ക് ഗർഭാശയ ക്യാൻസറിനെ തടയാൻ കഴിയും. ഇന്ന് ഡോക്ടർ ക്യൂവിൽ നമ്മൾ സംസാരിക്കുന്നത് ഗർഭാശയ ക്യാൻസറിന്റെ കാരണങ്ങളെയും ഒപ്പം ചികിത്സാ രീതികളെയും കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ തിരുവനന്തപുരം എസ് ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റും ഫെഡറേഷൻ ഓഫ് ഓൾ കേരള ഗൈനക്കോളജിസ്റ്റ് പ്രസിഡന്റുമായ ഡോക്ടർ പ്രസന്നകുമാരി അപ്പോൾ ഡോക്ടർ സ്വാഗതം ഡോക്ടർ ക്യൂവിലേക്ക്. ഡോക്ടർ, ഈ സാധാരണ ഈ ഗർഭാശയ ക്യാൻസർ എന്ന് പറയുമ്പോൾ ഈ സെർവിക്കൽ ക്യാൻസർ, ഗർഭാശയ ഗള ക്യാൻസർ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് തന്നെയാണോ? എന്താണ് ശരിക്കും ഗർഭാശയ ക്യാൻസർ? സെർവൈക്കൽ ക്യാൻസർ തന്നെയാണ് ഗർഭാശയ ഗള ക്യാൻസർ. പിന്നെ യൂട്രസിന്റെ ബോഡിയിലുള്ള ക്യാൻസർ വേറെ. ഡോക്ടർ, ഇതിന്റെ ഒരു പ്രധാന കാരണം ഒരു വൈറസ് ബാധ കൊണ്ടാണ് ഈ ക്യാൻസർ വരുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അത് സത്യമാണോ? ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസാണ് ആക്ച്വലി. അതായത് സെക്ഷൽ ഇൻ്റർകോഴ്സിൽ കൂടെ ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറഞ്ഞൊരു വൈറസ് കയറും ശരീരത്തിൽ. അത് പിന്നെ സെക്ഷൽ ഇൻ്റർകോഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ അത് കയറും. പക്ഷേ അതിനൊരു 10-20 വർഷം എടുക്കും അത് പിന്നെ ക്യാൻസറായിട്ട് രൂപാന്തരപ്പെടാൻ. പക്ഷേ ഇത് വരുന്ന എല്ലാവർക്കും ക്യാൻസർ വരത്തില്ല. വളരെ ഒരു 2-3% ആൾക്കാർക്ക് മാത്രമേ. ബാക്കി ഫാക്ടേഴ്സിനെയൊക്കെ അനുസരിച്ചിരിക്കും. ഈ വൈറസ് ബാധ മാത്രമാണോ കാരണം, അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളും ഉണ്ടോ? ഇപ്പോൾ പറയുന്നത് ഇതാണ് പ്രധാനപ്പെട്ട കാരണം എന്നാണ്. ഈ സർവൈക്കൽ ക്യാൻസറിൻ്റെ കാരണം ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്ന വൈറസ് ബാധയാണ്. ആ വൈറസ് സർവിക്സിൽ, യൂട്രസിൻ്റെ സർവിക്സിൽ ഉണ്ടാക്കുന്ന വ്യത്യാസങ്ങൾ കൊണ്ടാണ് ഈ ക്യാൻസർ വരുന്നത്. വ്യത്യാസങ്ങൾ എന്ന് പറയുമ്പോൾ എന്ത് തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാക്കും ഡോക്ടർ? വൈറസ് അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ? അത് വൈറസിന്റെ ഈ DNA ഇല്ലേ, അത് ഈ യൂട്രസിന്റെ സെല്ലിനകത്ത് കയറും. അകത്ത് കയറിയിട്ട് അതിനകത്ത് വ്യത്യാസങ്ങൾ ഉണ്ടാക്കി സെൽ മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ ക്യാൻസർ. സെല്ല് ഒരുപാട് മൾട്ടിപ്ലൈ ചെയ്ത് ക്യാൻസർ ആകും. ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ 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 നമസ്കാരം. നമസ്കാരം ഡോക്ടറെ, ചോദിക്കാനുള്ളത് ഇപ്പോ ഈ ക്യാൻസറുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇത് ഏറ്റവും കൂടുതൽ സ്ത്രീകളിൽ കാണപ്പെടുന്ന കേരളത്തിലാണല്ലോ. എന്തുകൊണ്ടാണത്? ഏറ്റവും കൂടുതൽ കേരളത്തിലല്ല, ഇന്ത്യയും അതുപോലെ തന്നെ ഡെവലപ്പിംഗ് നേഷൻസിലൊക്കെ കൂടുതലായിട്ടുണ്ട്. മറ്റ് ഡെവലപ്ഡ് കൺട്രീസിനേക്കാൾ കൂടുതൽ. എന്തായിരിക്കും ഡോക്ടർ അതിന്റെ ഒരു കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റും? മറ്റൊന്ന് എല്ലായിടത്തും ഉള്ള പോലെ ഈ ഇത് തന്നെയാണ് കാരണം, ഈ വൈറസ് ബാധ തന്നെയാണ് കാരണം. പക്ഷേ പിന്നെ പരിഷ്കൃത രാജ്യങ്ങളിൽ ഒരു വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ 3 വർഷത്തിലൊരിക്കലോ ഇതിൻ്റെ ചേഞ്ചസ്, അതായത് ഈ ക്യാൻസറിൻ്റെ ഒരു ഗുണം എന്നാന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ തന്നെ അത് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ക്യാൻസർ ആകുന്നതിന് മുമ്പുള്ള ചേഞ്ചസ്. അപ്പോൾ ക്യാൻസർ ആകുന്നതിന് മുമ്പുള്ളൊരു ചേഞ്ച് കണ്ടുപിടിച്ച് യൂട്രസ് നീക്കം ചെയ്താൽ ക്യാൻസർ വരാതിരിക്കുക, അതൊരു വലിയ കാര്യമാണല്ലോ. മറ്റ് ക്യാൻസർ അത് പറ്റുന്നില്ലല്ലോ. അതിന് ഏറ്റവും അഡ്വാൻറ്റേജസ് ഒരു ക്യാൻസറാണ് സർവൈക്കൽ ക്യാൻസർ. കാര്യം അതിൽ ക്യാൻസർ വരാൻ സാധ്യതയുണ്ടോ എന്ന് വർഷങ്ങൾക്ക് മുൻപ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതൊരു വലിയ അഡ്വാൻറ്റേജ്. അത് എങ്ങനെയാണ് ഡോക്ടർ? നമുക്കത് കാണിച്ചു തരുന്ന സിംറ്റംസ് കൊണ്ട് തന്നെയാണോ? അല്ല, ക്യാൻസർ വരുന്നതിന് മുമ്പും പിന്നെ ക്യാൻസർ തന്നെ അതിൻ്റെ ഏർലി സ്റ്റേജസിലും സിംറ്റംസ് ഒന്നും കാണത്തില്ല. പേഷ്യൻറ്റിന് ഒരു പ്രശ്നവും കാണത്തില്ല. പക്ഷേ നമ്മൾ ഈ അവിടെ നിന്നൊരു സ്മിയർ ടെസ്റ്റ്, പാപ്പ് ടെസ്റ്റ് എന്ന് പറയും. പാപ്നിക്കോളോ ട്രോട്ട് എന്ന് പറഞ്ഞ 2 സയൻറ്റിസ്റ്റുകൾ വികസിപ്പിച്ചെടുത്തൊരു ടെസ്റ്റാണ് പാപ്പ് ടെസ്റ്റ്. ഈ പാപ്പ് ടെസ്റ്റ് ചെയ്താൽ നമുക്കറിയാൻ പറ്റും ക്യാൻസർ ഉണ്ടോ എന്ന്. മാത്രമല്ല, ക്യാൻസർ ഉണ്ടാവാൻ ഒരു 10 വർഷം കഴിഞ്ഞ് ക്യാൻസർ വരുമോ എന്ന് വരെ കണ്ടുപിടിക്കാൻ പറ്റും. അത് ഈ ബ്രസ്റ്റ് ക്യാൻസറിന്റെ മാമോഗ്രാം ചെയ്യുന്നത് പോലെയാണോ ഡോക്ടർ? അതിനേക്കാളും അഡ്വാൻറ്റേജ് ആണ്. മാമോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ ക്യാൻസറിന്റെ ഏർലി സ്റ്റേജ് ഡിറ്റക്ട് ചെയ്യും. പാപ്പ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ക്യാൻസറിന്റെ ഏർലി സ്റ്റേജ് മാത്രമല്ല, ക്യാൻസറായി രൂപാന്തരപ്പെടാൻ സാധ്യതയുണ്ടോ, 10 വർഷം കഴിഞ്ഞ് ക്യാൻസർ വരുമോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്താണ് ഡോക്ടർ ഈ ടെസ്റ്റ്? അപ്പോൾ അത് എനിക്കൊന്ന് ഒരുപാട് കൂടുതൽ ഈ പാപ്സ്മിയർ ടെസ്റ്റിനെ കുറിച്ചായിരിക്കും പറയേണ്ടത്. നേരത്തെ മുൻകൂട്ടി കണ്ടെത്താൻ കഴിയുമെന്നുള്ളത് അതൊരു വലിയ കാര്യം തന്നെയാണ്. എങ്ങനെയാണ് ഡോക്ടർ അതിന്റെ ഒരു ടെസ്റ്റ് നടത്തുന്നത്? അത് ഗർഭാശയത്തിന്റെ ബിഗിനിങ് ആണല്ലോ. അത് നമുക്ക് ഒരു ഇൻസ്ട്രുമെന്റ് വെച്ച് നമുക്ക് കാണാൻ പറ്റും. അതിനകത്തുനിന്ന് ഒരു സ്ക്രേപ്പ് ചെയ്തൊരു ചെറിയൊരു അയൺ, ഒരു തടി കൊണ്ടുള്ളൊരു സ്പാറ്റില വെച്ച് സ്ക്രേപ്പ് ചെയ്തിട്ട് സ്മിയർ ടെസ്റ്റ് ചെയ്യും. ആ ടെസ്റ്റ് നമ്മൾ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ ഒരു 50% കണ്ടുപിടിക്കാൻ പറ്റുള്ളായിരിക്കും. പക്ഷെ നമ്മളൊരു ഇയർലി അല്ലെങ്കിൽ 3 ഇയർലി അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും ആ സെൽസിനെ വെച്ചിട്ട്. ഒരു എത്ര വയസ്സ് കഴിഞ്ഞാൽ ഈ ഒരു ടെസ്റ്റ് ഒക്കെ നടത്തണം ഡോക്ടർ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ? ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു 25, വികസിത രാജ്യങ്ങളിൽ 20 വയസ്സ് കഴിഞ്ഞാൽ ചെയ്യാൻ തുടങ്ങും. അത്ര നേരത്തെ ക്യാൻസർ വരാനുള്ള ഒരു സാധ്യതയാണ്? അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 20 വർഷത്തിന് മുമ്പേ കണ്ടുപിടിക്കാൻ പറ്റും ചേഞ്ച്. 30-35 വരുമോന്ന് അറിയാൻ കഴിയുമല്ലോ. പക്ഷെ അത് വികസിത രാജ്യങ്ങളിൽ ഈ പറഞ്ഞ പോലെ സെക്ഷൽ ഇന്റർകോഴ്സും നേരത്തെ സ്റ്റാർട്ട് ചെയ്യുമല്ലോ. അതുകൊണ്ടാണ് നമുക്ക്. പക്ഷെ അത് ആവശ്യമില്ല. ശരിക്കും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു 40 വയസ്സാകാറാകുമ്പോഴത്തേക്കൊരു സ്മിയർ ചെയ്താലും കുറേ കണ്ടുപിടിക്കാൻ പറ്റും.
പറ്റും. ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട് തോന്നുന്നു. ഹലോ 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 ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടറെ, എനിക്ക് 21 വയസ്സുണ്ട്. ഞാൻ അമ്മയാണ്. എനിക്ക് കഴിഞ്ഞ 3 മാസമായിട്ട് എനിക്കിതൊരു പീരീഡ്സ് ആയിട്ടില്ല. റെഗുലറായിട്ട് ആയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പൊ 3 മാസമായിട്ട് തുടർച്ചയായിട്ട് എനിക്ക് പീരീഡ്സ് ആയിട്ടില്ല. അത് എന്തെങ്കിലും കുഴപ്പമുള്ളത് കൊണ്ടാണോ? അത് ചിലപ്പോൾ ഗർഭിണിയായിരിക്കാം, ചിലപ്പോൾ അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടായിരിക്കാം. അതെന്തായാലും ക്യാൻസർ കൊണ്ടല്ല. ക്യാൻസർ ആണെങ്കിൽ ബ്ലീഡിംഗ് ഒക്കെ കാണും കേട്ടോ. ഓക്കെ ഡോക്ടർ, ഈ ഗർഭാശയ ക്യാൻസർ എന്ന് പറയുമ്പോൾ അത് യൂട്രസിന്റെ അല്ലെങ്കിൽ ഗർഭപാത്രത്തിന്റെ എവിടെയാണ് ഈ ഒരു ക്യാൻസർ ബാധ ഉണ്ടാകുന്നത്? ഈ നമ്മളീ പറയുന്ന ക്യാൻസർ സാധാരണ കാണുന്ന ഗർഭാശയ ഗള ക്യാൻസർ അത് ഗർഭാശയത്തിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗത്തിലാണ് ഉണ്ടാകുന്നത്. പെൽവിസിന്റെ ഒക്കെ ഭാഗത്ത് താഴെ അറ്റത്ത് അത് നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഡോക്ടേഴ്സിന്റെ പരിശോധന, പുറത്തുനിന്നുള്ള പരിശോധനയിൽ നിന്ന് തന്നെ അതിന്റെ ഒരു ലക്ഷണം ഇതൊക്കെ കാണാം. പുറത്തുനിന്ന് പരിശോധിക്കുമ്പോൾ അഡ്വാൻസ് ക്യാൻസർ ആണെങ്കിൽ അറിയാൻ പറ്റും. സ്റ്റേജ് 1, 2 ഒക്കെ അറിയാൻ പറ്റും. പക്ഷെ ക്യാൻസർ ആയി രൂപാന്തരപ്പെടാൻ സാധ്യതയുള്ളതും പിന്നെ സ്റ്റേജ് 1 തന്നെയും ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല, കണ്ടാൽ നോർമലായിട്ട്. ഡോക്ടർ, ഇതിന്റെ ഇപ്പോൾ ഒരു സിവിയർ സ്റ്റേജിലെത്തി കഴിഞ്ഞാൽ അത് അകത്തോട്ട് യൂട്രസിനെ അകത്തോട്ടും കിഡ്നിയിലേക്കൊക്കെ എഫക്ട് ചെയ്യുന്ന തരത്തിൽ വ്യാപിക്കാൻ സാധ്യത, ശരീരത്തിൽ മുഴുവൻ വ്യാപിക്കാം. പക്ഷെ സാധാരണ വ്യാപിക്കുന്നത് മൂത്രസഞ്ചി, മലസഞ്ചി അങ്ങനെ ആണ്. പിന്നീടേ ഉള്ളൂ അങ്ങോട്ടൊക്കെ പോകുന്നത്. ഡോക്ടർ, ഇതിന്റെ സിംറ്റംസ് എന്ന് പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ ആർത്തവത്തിലെ ക്രമക്കേട്, ബ്ലീഡിംഗ് ഒക്കെ കാണാം. അങ്ങനെ എന്തൊക്കെ സിംറ്റംസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? സാധാരണ മെൻസസ് ഉള്ളവർക്കാണെങ്കിൽ പീരീഡ്സ് സമയത്തുള്ള ബ്ലീഡിങ് അല്ലാതെ പീരീഡ്സ് അല്ലാത്തപ്പോഴ ബ്ലീഡിങ് വരും. പിന്നെ ഭർത്താവായിട്ട് ബന്ധപ്പെടുമ്പോഴുള്ള ബ്ലീഡിങ്, കോണ്ടാക്ട് ബ്ലീഡിങ്. പിന്നെ സ്ട്രെയിനിങ് ചെയ്യുമ്പോൾ, മോഷൻ പോകാൻ സ്ട്രെയിൻ ചെയ്യുമ്പോഴോ ഒക്കെയുള്ള ബ്ലീഡിങ്. അതായത് ഇറഗുലർ ആയിട്ടുള്ള പീരീഡ് അല്ലാത്ത സമയത്തുള്ള ബ്ലീഡിങ് അത് ഒരു അറൗണ്ട് 40 ഇയേഴ്സിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ടിരിക്കണം. ഓക്കെ ഡോക്ടർ, ഇത് മറ്റ് ക്യാൻസറുകളെ അപേക്ഷിച്ച് സ്ത്രീകൾ പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ പോലെ അത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഗുരുതരമായേക്കാവുന്ന ഒരു ക്യാൻസർ തന്നെയാണോ ഇത്? ഇത് ഗുരുതരമായേക്കാം. ഗുരുതരമെന്ന് മാത്രമല്ല, നമുക്ക് പിന്നീട് ലേറ്റ് സ്റ്റേജിൽ മൂത്രം അറിയാതെ പോവും, മലം അറിയാതെ പോവും. അങ്ങനെയൊക്കെ പോകുമ്പോൾ പിന്നെ നമ്മളെ ബന്ധുക്കൾ പോലും നോക്കാൻ ബുദ്ധിമുട്ട് വരുമല്ലോ. ഈ ഭയങ്കര സ്മെല്ലായിരിക്കും ഡിസ്ചാർജിന്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ ഒരു 97% സക്സസ്സോടുകൂടി ചികിത്സിക്കാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാപ്പ് ടെസ്റ്റും അങ്ങനെയുള്ള ബയോപ്സി ടെസ്റ്റുകളൊക്കെ കൊണ്ട് വളരെ ഏർലി ആയിട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഒരു യൂട്രസ് റിമൂവ് ചെയ്യുന്നതോടുകൂടി പൂർണ്ണമായിട്ടും സുഖമാകാൻ പറ്റും. ശരി ഡോക്ടർ, ഒരു കോൾ ഉണ്ട്. ഹലോ ചോദിച്ചോളൂ. ഹലോ മാഡം, ഞാൻ ബ്രസ്റ്റ് ക്യാൻസറിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 1 വർഷവും 3 മാസമായി. ഇപ്പം പിന്നെ മെൻസസ് ആയിട്ടില്ല. അത് പിന്നെ 16 കീമോ കഴിഞ്ഞു. ഇപ്പൊ ട്രീറ്റ്മെന്റ് ഒന്നും അധികമില്ല. മെൻസസ് ആയിട്ടില്ല. വയറ് കൂടുതലായിട്ടുണ്ട് നേരത്തേക്കായാലും. എത്ര വയസ്സുണ്ട്? 45 വയസ്സ്. ഓക്കെ, അപ്പോൾ മെൻസസ് നിന്നതാവാം. പക്ഷേ ഒന്ന് പരിശോധിക്കുന്നതായിരിക്കും നല്ലത്. ബ്രസ്റ്റ് ക്യാൻസർ വരികയും പിന്നെ അതിനൊരു ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുകയൊക്കെ ചെയ്തതല്ലേ. അപ്പോൾ വേറെ ക്യാൻസറിനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ശരി, ഓക്കെ ഡോക്ടർ, ഒരു കോൾ കൂടി. ഹലോ ശരി, കോള് കേട്ടെ. ഡോക്ടർ, ഇപ്പോൾ ഈ സാധാരണ ഒരു പ്രായം കഴിഞ്ഞാലേ ഈ ആർത്തവ ക്രമക്കേടുകൾ, ഓവർ ബ്ലീഡിങ്, അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ. ഇതെല്ലാം ഒരു ഗർഭാശയ ക്യാൻസറിന്റെ അല്ലെങ്കിൽ സെർവിക്കൽ ക്യാൻസറിന്റെ ഒരു ലക്ഷണമായി കാണാൻ സാധ്യതയുണ്ടോ? ഈ മെൻസസ് നിൽക്കുന്നത് 3 തരത്തിലാണ്. ഒന്ന് ഒരു 45 വയസ്സ്, 50 വയസ്സ്, 52 വയസ്സ്. അപ്പോൾ ആ 3 തരം എന്ന് പറയുന്ന ഒന്ന് ബ്ലീഡിങ് കുറഞ്ഞു വരും. പിന്നെ 2 പിന്നെ ബ്ലീഡിങ് ഇൻ്റർവെൽ കൂടി വരും. 1 മാസത്തിൽ വരുന്നത് 2 മാസത്തിലായി, 3 മാസത്തിലായി, 6 മാസത്തിലായി നിൽക്കും. ചിലർക്ക് അങ്ങനെ വലിയൊരു വ്യത്യാസം ഇല്ലാതെ തന്നെ റെഗുലറായിട്ട് മെൻസസ് വന്നിട്ടിരുന്നത് പെട്ടെന്ന് നിൽക്കും. അതല്ലാതെയുള്ള ബ്ലീഡിങ് എല്ലാം ഡോക്ടറെ കാണിച്ചിരിക്കണം. കാര്യം കൂടുതൽ ബ്ലീഡിങ് അപ്പോഴും വരേണ്ട കാര്യമില്ല. പിന്നെ ഇറഗുലറായിട്ട് വരേണ്ട കാര്യമില്ല. പിന്നെ മെൻസസ് അറിയാൻ പറ്റും, പക്ഷേ അതിൻ്റെ ഇടയ്ക്കുള്ള ബ്ലീഡിങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതാണ് യൂഷ്വൽ സിംറ്റം. ഈ ഗർഭാശയ ഗള ക്യാൻസറിൻ്റെ സാധാരണയുള്ള സിംറ്റം അതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ബ്ലീഡിങ് എല്ലാം ഡോക്ടറെ കണ്ട് പരിശോധിപ്പിക്കണം. ഡോക്ടർ, ഇത് മുഴകളായി തന്നെയല്ലേ അതിൻ്റെ ഒരു ഡിറ്റക്ട് ചെയ്യുന്നത്? മുഴകളായിട്ടല്ല ഡിറ്റക്ട് ചെയ്യുന്നത്. അത് അകത്തിരിക്കുന്നതെന്ന് പേഷ്യൻ്റ് പോലും അറിയത്തില്ല. പിന്നെ ഡോക്ടർ വയറ് നോക്കിയാലും പരിശോധിച്ചാൽ അറിയാനൊക്കത്തില്ല. ഉള്ളിൽ നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അതാണ് ഈ പേഷ്യൻ്റ് എന്തെങ്കിലും ഈ 40-50 വയസ്സുള്ള പ്രായമുള്ള സ്ത്രീകൾ എന്തെങ്കിലും സിംറ്റമായിട്ട് വരുമ്പോൾ അവർക്ക് സിംറ്റം ഇല്ലെങ്കിൽ പോലും യൂട്രസ് അവിടെ ഉണ്ടെങ്കിൽ ഇതൊന്ന് നോക്കിയിരിക്കണം. പാപ്പ് ടെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തിരിക്കണം. ഒന്ന് നോക്കിയാൽ തന്നെ ഒരു ഏർലി സ്റ്റേജ് 1 കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ കണ്ടുപിടിക്കാതെ പുറത്തുണ്ടല്ലോ ഒരു സ്കാനോ അല്ലെങ്കിൽ അകത്തൊന്ന് പരിശോധിച്ച് സ്കാൻ ചെയ്താലും കണ്ടുപിടിക്കാൻ ചിലപ്പോൾ അറിയില്ല.
സ്കാനിങ് ഒരു ആൻസർ അല്ല. അതാണ് സാധാരണ നമുക്ക് വരുന്ന ലേറ്റ് സ്റ്റേജിൽ വരുന്ന ക്യാൻസറൊക്കെ. ഞാൻ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരുമ്പോൾ ലേറ്റ് സ്റ്റേജിൽ വരുന്ന ക്യാൻസറൊക്കെ അസുഖം വന്നു, ഇല്ല അടുത്ത ഡോക്ടറെ കണ്ടു, സ്കാനിങ്ങിന് എഴുതി തന്നു, സ്കാനിങ്ങിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ സ്റ്റേജ് 2 ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റേജ് 3 ആയിരിക്കും. അതെന്നാന്ന് വെച്ചാൽ അവർ നോക്കി കാണത്തില്ല, ഉള്ളിൽ പരിശോധിച്ച് കാണത്തില്ല. അപ്പോൾ അത് ഞങ്ങൾ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുമ്പോൾ വളരെ നിർബന്ധമായിട്ട് പഠിപ്പിച്ചു വിടുന്നൊരു കാര്യമാണ്. എല്ലാവരെയും ഈ സ്പെക്കുലം എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെൻ്റ് ഇട്ട് യൂട്രസിൻ്റെ സെർവിക്സ് മുഖം കാണണം, പിന്നെ പാപ്പ് ടെസ്റ്റ് എടുത്തിട്ടില്ലെങ്കിൽ എടുക്കണം, സംശയം ഉണ്ടെങ്കിൽ ബയോപ്സി എടുക്കണം. ഇതെല്ലാം വളരെ നിർബന്ധമായിട്ട് ഞങ്ങൾ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുകയും പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഡോക്ടർ ഈ ഒരു സിംറ്റംസോ ലക്ഷണങ്ങളോ ഉണ്ടായി ഒരു ഡോക്ടറെ കണ്ടു ചെന്ന ഒരു സ്കാൻ എടുത്തുകൊണ്ടൊന്നും ഇത് അറിയാൻ ഒരു കാര്യമില്ല. സ്കാനിങ്ങിൽ ആദ്യം ഒന്നും കാണത്തില്ല. ഓക്കെ ഡോക്ടർ, അപ്പോൾ ഇതിപ്പോൾ പ്രശ്നങ്ങളുണ്ട്, ചെറിയ രീതിയിലുള്ള സംശയമുണ്ട്, ഒരു ഡോക്ടറെ സമീപിച്ചു കഴിഞ്ഞാൽ ആദ്യം എന്തൊക്കെ പരിശോധനകൾ നടത്തണം? അത് ഈ പറഞ്ഞ പോലെ ആദ്യം പേഷ്യൻറ്റിനെ ഒന്നായിട്ട് നോക്കണമല്ലോ, പേഷ്യൻറ്റിനെ ഒന്നായിട്ട് വേണമല്ലോ കാണേണ്ടത്. പേഷ്യൻ്റെ എല്ലാ ഭാഗവും പരിശോധിച്ചിട്ട് ഈ പറഞ്ഞ പോലെ സ്പെക്കുലം ഇട്ട് പരിശോധിച്ച് പാപ്പ് ടെസ്റ്റ് ചെയ്ത് തന്നെയാണോ ഡോക്ടർ പറയാ? പാപ്പ് ടെസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ട്യൂമറായിട്ട് കണ്ടു കഴിഞ്ഞാൽ പാപ്പ് ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതിനകത്ത് ബയോപ്സി എടുക്കുക. ബയോപ്സി എടുക്കുമ്പോഴത്തേക്ക് മൈനർ പ്രൊസീജിയറാണ്. സ്വല്പം ഡോക്ടർ പറഞ്ഞല്ലോ ട്യൂമറായിട്ട് കാണാനുള്ള ചെറിയ ട്യൂമർ വൈറൽ കാണത്തില്ല. ഈ സ്പെക്കുലം വെച്ച് നോക്കുമ്പോൾ ഈ യൂട്രസിന്റെ മുഖം താഴെ കാണുന്ന ഭാഗത്ത് ഒരു ചെറിയ ട്യൂമർ പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത കാണും. അതിനകത്ത് ഒരു ബയോപ്സി എടുക്കുമ്പോൾ നമുക്ക് ക്യാൻസർ ആണെന്ന് അറിയാൻ പറ്റും. പിന്നെ അത് പിന്നെ സ്റ്റേജ് ചെയ്തിട്ട് സ്റ്റേജ് അനുസരിച്ച് ട്രീറ്റ് ചെയ്യും. ഡോക്ടർ, ഇപ്പോൾ ഈ ടെസ്റ്റുകളിലൊക്കെ ഇത് ആണെന്ന് കണ്ടെത്തുന്നു, ബയോപ്സി ചെയ്യാനാണോ അതിനുശേഷം? ബയോപ്സി ചെയ്ത് കൺഫേം ചെയ്യും. ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അത് സർജറി ആണെങ്കിൽ സാധാരണ യൂട്രസ് എടുക്കുന്ന സർജറി പോലുള്ള സർജറി അല്ല, വളരെ ഒരു എക്സ്റ്റെൻസീവ് സർജറിയാണ്. അതിനൊരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്, അതിനൊരുപാട് എക്സ്പെർട്ടീസ് ആവശ്യമാണ്. അല്ലെങ്കിൽ പിന്നെ റേഡിയേഷൻ ട്രീറ്റ്മെൻ്റ് ആണ്, റേഡിയേഷന് ഒരുപാട് സൈഡ് ഇഫക്റ്റ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മളത് കൺഫേം ചെയ്തിട്ടേ ട്രീറ്റ് ചെയ്യുള്ളൂ. ഓക്കെ ഡോക്ടർ, ഇത് തുടക്കത്തിലെ കണ്ടെത്തി ചികിത്സിച്ചു കഴിഞ്ഞാലും പിന്നീട് അങ്ങോട്ട് സ്ത്രീകളെ സംബന്ധിച്ച് കുട്ടികൾ ഉണ്ടാകാൻ, മറ്റ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പിന്നീട് ഉണ്ടാവും? വളരെ ഏർലി ആയിട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇപ്പോൾ ട്രക്കിലെക്ടമി വളരെ ഏർലി ആണെങ്കിൽ ആ യൂട്രസിൻ്റെ ആ ഒരു കോൺ പോലെ ഒരു ഭാഗം എടുത്തു കളഞ്ഞാൽ മതി. അതല്ല കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണെങ്കിൽ പിന്നെ യൂട്രസിൻ്റെ കുറച്ചുകൂടെ കൂടുതൽ ഭാഗം എടുക്കും, ട്രക്കിലെക്ടമി എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികളുണ്ടാവാം, അതൊരു മെത്തേഡാണ്. പക്ഷെ അത് കഴിഞ്ഞു പോയാൽ പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒന്നിൽ റേഡിയേഷൻ കൊടുത്താൽ പിന്നെ കുട്ടികളുണ്ടാവാനുള്ള സാധ്യതയില്ല, ഓവറിയുടെ ഫങ്ഷൻ എല്ലാം പോകും, പിന്നെ യൂട്രസ് പിന്നെ കുട്ടികളുണ്ടാവാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ ശരി ഡോക്ടർ, നമുക്ക് അതിന്റെ ചികിത്സാ രീതികളിലേക്ക് വരാം. ഡോക്ടർ, ഇതിന്റെ ചികിത്സാ രീതികളിലേക്ക് വരുമ്പോൾ സാധാരണ കണ്ടുവരുന്ന ഈ റേഡിയേഷൻ, സർജറി, കീമോതെറാപ്പി ആ രീതിയിലുള്ള ചികിത്സാ രീതികൾ തന്നെയാണോ? അത് തന്നെയാണ്. പക്ഷേ ഏർലി സ്റ്റേജിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഏർലി ആണെങ്കിൽ യൂട്രസിൻ്റെ ഒരു ഭാഗം കോൺ ബയോപ്സി എന്ന് പറയും, അങ്ങനെ മുറിച്ച് കളഞ്ഞാൽ മതി. കുറച്ചുകൂടെ കഴിഞ്ഞാൽ യൂട്രസിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. കുറച്ചും കൂടെ ആകുമ്പോഴാണ് യൂട്രസ് പിന്നെ മുഴുവനായിട്ട് റിമൂവ് ചെയ്യാൻ മാത്രമേ അതിൻ്റെ ലിംഫാറ്റിക്സ് ഒക്കെ പോകുന്നത്. അതൊരു എക്സ്റ്റെൻസീവ് സർജറിയാണ്. അല്ലെങ്കിൽ പിന്നെ റേഡിയേഷനാണ്. ഓക്കെ ഡോക്ടർ, ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എടുത്തു പറയേണ്ടത് ഒരു പക്ഷേ ഇത് തുടക്കത്തിലെ കണ്ടെത്തുക എന്നുള്ളത് എടുത്തായിരിക്കും അല്ലേ ചികിത്സയുടെ ഫലം വരുന്നത്? ഈ ശരിക്കും ഇന്ത്യയിൽ ഒരു വർഷം 1,20,000 സ്ത്രീകളിൽ ഈ ക്യാൻസർ വരുന്നു. അതിലൊരു ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് 67,000 സ്ത്രീകൾ ഒരു വർഷം ക്യാൻസർ സർവീക്സ് കൊണ്ട് മരിക്കുന്നുണ്ട്. കേരളത്തിൽ കമ്പയർഡ് ടു അതർ സ്റ്റേറ്റ്സ് കേരളത്തിൽ വളരെ കുറവാണ്. കാര്യം എഡ്യൂക്കേഷൻ കൂടുതലാണല്ലോ, ആൾക്കാർക്ക് എഡ്യൂക്കേഷൻ കൂടുതലാണ്ട് നേരത്തെ തന്നെ. പക്ഷേ എന്നാൽ തന്നെ നമ്മൾ സാധാരണ ഒ പിയിൽ വരുമ്പോൾ ഒരു എഡ്യൂക്കേറ്റഡ് ലേഡി വന്നാൽ പോലും മിക്കവാറും നിങ്ങൾ പാപ്പ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ, എന്നാണ് ലാസ്റ്റ് ചെയ്തതെന്ന് ചോദിക്കും. എന്തോ ഡോക്ടറെ പാപ്പ് ടെസ്റ്റോ? എനിക്കത് ചോദിക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. എന്നാന്ന് വെച്ചാൽ പല ടി വികളിൽ പല പ്രാവശ്യം ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ പാപ്പ് ടെസ്റ്റ്. പക്ഷെ എന്നിട്ട് ഇപ്പോഴും ആൾക്കാർ ചോദിക്കുക എന്താ ഡോക്ടറെ പാപ്പ് ടെസ്റ്റോ എന്ന് ചോദിക്കും. അപ്പം അത് ശരിയല്ലല്ലോ. എല്ലാ സ്ത്രീകളും 40 വയസ്സിന് അടുത്തിട്ട് ഒരു പാപ്പ് ടെസ്റ്റ് എങ്കിലും ചെയ്തിരിക്കണം. അത് മാത്രമല്ല, ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഉള്ളിൽ നിന്ന് ഡിസ്ചാർജ്, എസ്പെഷ്യലി സ്മെല്ലുള്ള ഡിസ്ചാർജ്, പിന്നെ മെൻസസ് അല്ലാത്തപ്പോഴുള്ള ബ്ലീഡിങ്, പിന്നെ കോണ്ടാക്ട് ബ്ലീഡിങ്, ഹസ്ബൻഡുമായിട്ട് ബന്ധപ്പെടുമ്പോഴുള്ള ബ്ലീഡിങ്, ഇങ്ങനെയൊക്കെയുള്ളവർ എന്തായാലും ഡോക്ടർ ഇതിന്റെ ഒരു പ്രോഗ്രസിംഗ് എന്ന് പറയുന്നത് വളരെ ചെറിയ രീതിയിലാണോ അതോ വളരെ സ്പീഡായിട്ട് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രസിംഗ് ആണ്? ഫാസ്റ്റ് ആയിട്ട് ഇത് പ്രോഗ്രസ് ചെയ്യത്തില്ല. ഓവറിയുടെ ക്യാൻസർ ആണ് അത്ര ഫാസ്റ്റ് ആയിട്ട് പ്രോഗ്രസ് ചെയ്യുന്നത്. വയറ് മുഴുവൻ അങ്ങ് പടരും ഓവറി. അത് പെട്ടെന്ന് ഒരു 3 മാസം കൊണ്ട് വയറ് മൊത്തം ആവും. പല ടൈപ്പ് ക്യാൻസർ ഉണ്ട്, അതിൽ ചിലത് ഇങ്ങനെയാണ്. പക്ഷെ ഇത് അത്ര പെട്ടെന്ന് പടരത്തില്ല. പിന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
ക്യാൻസർ ഉണ്ടാവുമെന്ന് 10 വർഷം മുമ്പേ സ്മിയർ ടെസ്റ്റിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. അങ്ങനെ നേരത്തെ ഇപ്പൊ കണ്ടുപിടിച്ച് ഇൻ ഫ്യൂച്ചർ അത് വരാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അപ്പോഴുള്ള ട്രീറ്റ്മെന്റ് എന്താണ് ഡോക്ടർ? അപ്പൊ നമുക്ക് എന്തെങ്കിലും തടയാൻ എന്താണ് ചെയ്യാൻ നേരത്തെ കഴിയുക? പറഞ്ഞ പോലെ ഒരു ക്യാൻസർ തുടങ്ങുന്നത് ഒരു ആ ഗർഭാശയത്തിന്റെ മുഖത്തിലെ ഒരു വട്ട സ്ഥലത്തു നിന്നാണ്. അത്രയും ഭാഗം മുറിച്ചു കളഞ്ഞാൽ മതിയായിരിക്കും. അത് യൂട്രസിന് ഒന്നും സംഭവിക്കത്തില്ല. ഓക്കെ. ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഒരു സ്ത്രീക്കും അതുകൊണ്ടും മറ്റു പ്രശ്നങ്ങളൊന്നും വരത്തില്ല. ഓക്കെ, ശരി ഡോക്ടർ. നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ. ഹലോ. ചോദിച്ചോളൂ. പിന്നെ പീരിയഡ്സ് ഇപ്പൊ 2-3 പ്രാവശ്യമായിട്ട് വരുമ്പം കറക്റ്റ് അല്ല വരുന്നത്. ഇപ്പൊ ഒരു 15 ദിവസമായപ്പോ വീണ്ടും വന്നു. അന്നേരം ഡോക്ടറെ എത്ര വയസ്സുണ്ട്? 45. തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ട് പരിശോധിപ്പിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഡോക്ടർ ആദ്യം ബ്ലീഡിങ് നല്ല രീതിയിൽ കാണും, ഇനി ഇപ്പം കുറവാണ്. പക്ഷെ ഇനി ആദ്യം വീണ്ടും വരുമ്പോഴത്തേക്ക് ബ്ലീഡിങ് കൂടും. ഈ മെൻസസ് അല്ലാത്തവൻ ബ്ലീഡിങ് ഇല്ലല്ലോ. ഇല്ല. എന്നാലും ഡോക്ടറെ കാണിക്കണം. എന്തെങ്കിലും ഒരു പ്രശ്നം കാണുമായിരിക്കും കേട്ടോ. ഓക്കെ. ഡോക്ടർ ഇപ്പോൾ തുടക്കത്തിലേ കണ്ടെത്തുന്നു. ആദ്യം ഡോക്ടർ പറഞ്ഞു സർജറിയാണ്. സർജറി ചെയ്യുന്നതിലൂടെ എത്രത്തോളം ഫലപ്രദമായ ഒരു ഫലപ്രാപ്തി ഉണ്ടാവും ഡോക്ടർ ഈ രോഗത്തിന്? സർജറി കൊണ്ട് നിൽക്കുന്ന സ്റ്റേജ് ആണെങ്കിൽ ഒരു 97% ഫലപ്രദമായിട്ട്. അതിൻ്റെയോടൊപ്പം തന്നെ ചിലപ്പോൾ ഈ റേഡിയേഷനും ഒക്കെ വേണ്ടി വരുമോ? ചിലപ്പോൾ വേണ്ടി വരും. സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് ആ സ്പെസിമെൻ പരിശോധിക്കുമ്പോൾ അതിനകത്ത് കുറച്ച് റെസിഡുവൽ കാണാൻ സാധ്യതയുണ്ട്. സർജറി ചെയ്ത മാർജിനിൽ ഉണ്ടെങ്കിൽ കുറച്ച് റേഡിയേഷനും കൂടെ കൊടുക്കും. സിവിയർ സ്റ്റേജിലാണെങ്കിലും ഈ സർജറി കൊണ്ട് മാത്രമാണ്? സ്റ്റേജ് 2 വരെ ഉള്ളൂ സർജറി. അത് കഴിഞ്ഞാൽ 2A വരെ ഉള്ളൂ. 2B ആയി കഴിഞ്ഞാൽ പിന്നെ റേഡിയേഷനേ ഉള്ളൂ. ഓക്കെ. അതായാലും നമുക്ക് പൂർണ്ണമായിട്ട് മാറാനുള്ള ഒരു ആ സ്റ്റേജിൽ സാധ്യത കുറവാണ്. സ്റ്റേജ് 4 ഒക്കെ ആയി കഴിഞ്ഞാൽ ഒരു 7% ഒക്കെ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഓക്കെ ഡോക്ടർ, ഒരു കോൾ കൂടി. ഹലോ. ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, എനിക്ക് ഇങ്ങനെ തലചുറ്റൽ പോലെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ പിന്നെ കൊറേ ഡോക്ടേഴ്സിനെ കാണിച്ച് കൊറേ ചെക്കൊക്കെ ചെയ്ത്, പക്ഷെ ഒന്നിലും ഒരു കുഴപ്പമില്ലാന്നാ കാണുന്നത്. തലചുറ്റലോ? തലകറക്കായിട്ടാ വരിക. പക്ഷെ അതെന്തായാലും യൂട്രസിന്റെ ക്യാൻസർ കൊണ്ട് വരത്തില്ല, വേറെ എന്തെങ്കിലും കാര്യമായിരിക്കും. ഡോക്ടറെ കാണിക്കുക കേട്ടോ. എത്ര വയസ്സുണ്ട്? ചെരിഞ്ഞു കിടക്കുമ്പോ വയറിന്റെ സൈഡിലായിട്ട് ഒരു വേദന വരും. അതും ഡോക്ടറെ കാണിച്ച് പിന്നെ ചികിത്സ എടുക്കണം കേട്ടോ. ഏത് ഡോക്ടറെ കാണിക്കേണ്ടി വരിക? തലചുറ്റലാണെങ്കിൽ ENT സ്പെഷ്യലിസ്റ്റിനെ കാണിക്കുക. അല്ല, ENT ഒക്കെ ടെസ്റ്റ് ചെയ്ത് എല്ലാം ചെയ്തതാ. ENT കുഴപ്പമില്ലാന്ന് പറഞ്ഞോ? BP ഒക്കെ നോർമലാണോ? BP. എത്ര വയസ്സുണ്ട്? വയസ്സ് 33. എന്നാ പിന്നെ ജനറൽ ഫിസിഷ്യനെ തന്നെ കാണിച്ചിട്ട് എന്താ കാരണം എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ ഡോക്ടർ, ഇത് ഡോക്ടർ തന്നെ പറഞ്ഞു പാപ്പ് ടെസ്റ്റിലൂടെ നമുക്കിത് നേരത്തെ തന്നെ മുൻകൂട്ടി വരാനുള്ള സാധ്യതയുണ്ടെന്ന് കണ്ടുപിടിക്കാന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ നമുക്കിതിന് പൂർണ്ണമായും തടയാൻ സാധിക്കുന്ന ഒരു രോഗമല്ലേ? എല്ലാവരും പാപ്പ് ടെസ്റ്റ് ചെയ്യാൻ തടയുന്നതുകൊണ്ടാണല്ലോ ഈ വികസിത രാജ്യങ്ങളിൽ ഓരോ വർഷവും പാപ്പ് ടെസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു 3 years പാപ്പ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ട് പിന്നെ ലിക്വിഡ് ബേസ്ഡ് സൈറ്റോളജി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ഒരു ടെസ്റ്റ് ഉണ്ട്. അതാണെങ്കിൽ എവരി 5 years ചെയ്താൽ മതി. അപ്പോൾ ഈ ക്യാൻസർ കണ്ടുപിടിച്ച് അത് അതിനനുസരിച്ചുള്ള സർജറി ചെയ്യുന്നത് കൊണ്ട് അവിടെ അത് തുടങ്ങിയ പിന്നീട് 70% ഈ ക്യാൻസർ കുറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇപ്പം അതിൻ്റെ കൂടുതൽ കുറഞ്ഞിട്ടുണ്ടാവും. ഈ കണക്കൊരു 5 വർഷം മുമ്പുള്ള കണക്കാണ്. അപ്പോൾ ഇപ്പോൾ അതിൽ കുറഞ്ഞ അവർക്ക് ക്യാൻസർ വളരെ കുറവാണ്. അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗവൺമെൻറ് പ്രോഗ്രാം എവറി ഇയർ ചെയ്യാൻ വേണ്ടിയുള്ള ഫൈനാൻഷ്യൽ ഇതില്ലല്ലോ. പക്ഷേ എന്നാലും ഗവൺമെൻറ് സർക്കാർ തലത്തിൽ എന്തെങ്കിലും പദ്ധതികളോ? സർക്കാർ തലത്തിൽ റീജിയണൽ ക്യാൻസർ സെൻ്ററുകൾ ഉണ്ട്. അവർക്ക് റീച്ച് ഔട്ട് പെരിഫറൽ സെൻറ്റേഴ്സ് ഉണ്ട്. പിന്നെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസിൽ എല്ലായിടത്തും ഓങ്കോളജി സെൻറ്റർ തുടങ്ങാനാണ് ഇപ്പോൾ പ്ലാൻ. പിന്നെ മെഡിക്കൽ കോളേജുകളിലെല്ലാം ഇപ്പോൾ ഓങ്കോളജി സെൻറ്റർ, ഇപ്പം കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് റീസെൻ്റായിട്ടൊരു വലിയ സെൻറ്റർ ഉദ്ഘാടനം ചെയ്തു. എത്രയോ 60 കോടിയോ മറ്റോ, 60-600 കോടി. എനിക്ക് കോടിയുടെ കണക്കുകളൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഡോക്ടർ, ഈ ടെസ്റ്റ് ഒരുപക്ഷെ എല്ലാവരും ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ ക്യാൻസർ നിർണയ പരിശോധന എന്ന് പറയുമ്പോൾ പലരും അത് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ വിമുഖത കാണിക്കുന്നതാണ് കാണാറുള്ളത്. ടെസ്റ്റ് ചെയ്യുന്ന രീതിയായാലും വേദനാരഹിതമായ പരിശോധനാ രീതിയാണോ? ഈ പാപ്പ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒട്ടും വേദനയില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല, ഒന്നും അറിയത്ത് പോലുമില്ല. പേഷ്യന്റ് പരിശോധിക്കുന്നു മാത്രമേ അറിയുള്ളൂ. ഡോക്ടർ, ഇത് ആരൊക്കെ ചെയ്യണം? ഡോക്ടർ പറഞ്ഞു ഒരുപാട് പേർക്ക് വരാനുള്ള സാധ്യത പറഞ്ഞു. അത്തരക്കാർ മാത്രം ചെയ്താൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള സിംറ്റംസ്, ഡിസ്ചാർജോ ബ്ലീഡിങ്ങോ കോൺടാക്ട് ബ്ലീഡിങ്ങോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോഴേ തന്നെ പോകണം. അല്ലെങ്കിൽ റുട്ടീനായിട്ട്, നേര് പറഞ്ഞാൽ റുട്ടീനായിട്ട് 25 വയസ്സ് കഴിഞ്ഞാൽ ഒരു എവരി 5 years എങ്കിലും ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതൊന്നും പറ്റത്തില്ലെങ്കിൽ എന്തായാലും ഒരു 40 വയസ്സിനിടയ്ക്ക് ഒരു തവണയെങ്കിലും ചെയ്തിരിക്കണം.
ഡോക്ടർ, ഇതിൽ വാക്സിനേഷൻ ഉണ്ടെന്നും അറിയുന്നത് എന്താണ് അതിന്റെ വാക്സിനേഷന്റെ? ക്യാൻസറിന് എഗൻസ്റ്റ് ആയിട്ടൊരു വാക്സിൻ എന്ന് പറയുന്നത് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ളത് സർവൈക്കൽ ക്യാൻസറിനാണ്, അതായത് യൂട്രസിൻ്റെ ക്യാൻസറിനാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണല്ലോ ഈ ക്യാൻസർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് എഗൻസ്റ്റ് ആയിട്ടുള്ളൊരു വാക്സിനാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സാധാരണ നമ്മൾ വാക്സിന് ആ ഓർഗൻസിനെ നിർവീര്യപ്പെടുത്തിയിട്ട് അതുകൊണ്ടാണ് വാക്സിൻ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇവിടെ അതല്ല, ആ വൈറസ് ലൈക്ക് പാർട്ടിക്കിൾസ് ഉണ്ട്, ആ വൈറസിനെ പോലെയുള്ള പാർട്ടിക്കിൾസ്, അതിൻ്റെ DNA എടുത്തിട്ട് അതിന് എഗൻസ്റ്റ് ആയിട്ട് വാക്സിൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും സൈഡ് ഇഫക്റ്റ് ഒന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. എന്നാലും പിന്നെ കുറച്ച് അത് ഈ പരിശോധന നടത്തുന്നത് പോലെ തന്നെ ഈ പറഞ്ഞ സിംറ്റംസ് ഉള്ളവർ ഈ വാക്സിനേഷൻ എടുത്തത് അങ്ങനെയല്ല. വാക്സിൻ ശരിക്കും സെക്ഷൽ ഇന്റർകോഴ്സ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കൊടുക്കണം. അതുകൊണ്ട് എൻ്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് 9 വയസ്സാകുമ്പോഴേ ഫസ്റ്റ് ഡോസ് കൊടുത്തിരിക്കണം. ഒരു പെൺകുട്ടി 9 വയസ്സാകുമ്പോൾ വാക്സിനേഷൻ ചെയ്യണം ക്യാൻസറിന് എഗൻസ്റ്റ് ആയിട്ട്. നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഇതിന്റെ വാക്സിനേഷൻ എത്രത്തോളം? കേരളത്തിൽ ഉണ്ടെങ്കിലും ആരും എടുക്കുന്നില്ല. വളരെ കുറച്ച് പേര് എടുക്കുന്നുണ്ട്. എക്സ്പെൻസീവ് ആണ്. ഒരു വാക്സിൻ 2000 rupees ആവും. 3 വാക്സിൻ ആകുമ്പോൾ 6000 3 ഡോസ്. പിന്നെ എല്ലാവർക്കും ഒരു ഭയമാണ് ഈ വാക്സിൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ, സൈഡ് എഫക്ട്. ഭയങ്കര അപൂർവമായിട്ട് സൈഡ് എഫക്ട് വരാമല്ലേ, വളരെ റെയർ ആയിട്ട്. ഏത് വാക്സിനും വളരെ റെയർ ആയിട്ട് സൈഡ് എഫക്ട് വരാം. ഡോക്ടർ, ഇതിന് സൈഡ് എഫക്ട് ഒന്നും ഇല്ലെന്നാണ്. ഡോക്ടർ, ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണല്ലോ ഒരു പരിധിവരെ ഇതിന് കാരണമാകുന്നത്. അത് പുരുഷന്മാരിലൂടെയാണല്ലോ സ്ത്രീകളുടെ ശരീരത്തിലെത്തുന്നത്. പുരുഷന്മാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഈ വൈറസ് മൂലം മറ്റെന്തെങ്കിലും ക്യാൻസർ പോലെ തന്നെ എന്തെങ്കിലും ഈ വൈറസ് ബാധ കൊണ്ട് അവർക്കും പിനൈൽ ക്യാൻസർ വരാം. അപ്പോൾ ഈ വാക്സിൻ അവർക്കും കൊടുത്താൽ ഒരുപക്ഷെ പിനൈൽ ക്യാൻസർ കുറയ്ക്കാൻ പറ്റും. പക്ഷേ അത് ഭയങ്കര അപൂർവമാണല്ലോ. ഡോക്ടർ, ഇത് വരാൻ സാധ്യതയുള്ളവരായാലും ഈ ക്യാൻസർ ഉള്ളവരായാലും എന്തൊക്കെ ശ്രദ്ധിക്കണം ഡോക്ടർ? മറ്റ് ക്ലെൻലിനെസ്സിന്റെ കാര്യങ്ങളിലാണ്. ഈ ക്ലെൻലിനെസ്സും ശ്രദ്ധിക്കണം കാര്യം. പിന്നെ വേറൊരു കാര്യം, ഈ കോണ്ടോം പോലെയുള്ള ഗർഭനിരോധന ഉറകൾ, അത് ഈ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് കുറയ്ക്കുന്നത് പോലെ ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസിൻ്റെ ഇൻഫെക്ഷനും കുറയ്ക്കും. അപ്പോൾ അത് ഉപയോഗിക്കുന്നത് കൊണ്ട് കുറച്ച് ക്യാൻസർ കുറയ്ക്കാൻ പറ്റും സെക്ഷൽ ഇന്റർകോഴ്സിൽ നിരോധം ഉപയോഗിക്കുന്നത്. ഡോക്ടർ, ഇപ്പോൾ ഒരു പ്രാവശ്യം തുടക്കത്തിൽ നമ്മൾ ക്യാൻസർ കണ്ടെത്തി, അത് ആ സമയത്ത് തന്നെ സർജറി ചെയ്തതെല്ലാം മാറ്റി, പിന്നീട് ഭാവിയിൽ അത് വീണ്ടും തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയുണ്ടോ? റെക്കറൻസ് റിസ്ക് ഉണ്ട്. പക്ഷെ അപ്പോഴും സർജറിയിലൂടെ നമ്മൾ അത് കംപ്ലീറ്റ് അത് നമ്മൾ റേഡിയേഷൻ കൊടുത്തിട്ടാണ് വരുന്നതെങ്കിൽ സർജറി ചെയ്യും, സർജറി കൊടുത്തിട്ടാണ് വരുന്നതെങ്കിൽ റേഡിയേഷൻ കൊടുക്കും. അങ്ങനെയാണ്. ഡോക്ടർ, ഇപ്പോൾ ഈ സെർവിക്കൽ ക്യാൻസർ അല്ലെങ്കിൽ ഗർഭാശയ ക്യാൻസർ ഉള്ളവരായാലും വരാൻ സാധ്യതയുള്ളവർക്കായാലും ഒരു മെസ്സേജ് എന്നുള്ള രീതിയിൽ എന്താണ് പറയാനുള്ളത്? ഈ പാപ്പ് ടെസ്റ്റ് നടത്തുക എന്ന് തന്നെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എടുത്ത് പറയുന്നത്. ഇതിൽ പറയാനുള്ളത് ഈ ഏർലി സെക്ഷൽ ഇന്റർകോഴ്സ് ശരിക്കും ചെറിയ പ്രായത്തിലുള്ള സെക്ഷൽ ഇന്റർകോഴ്സ് ശരിയല്ല. ഒരു 20 years കഴിഞ്ഞിട്ട്, അതായത് ഏജ് ഓഫ് മാരേജ് ഒക്കെ 20 years കഴിഞ്ഞ് മതി. പിന്നെ ഈ പറഞ്ഞ പോലെ റെഗുലറായിട്ട് ഒരു പാപ്പ് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യുക. പറ്റിയില്ലെങ്കിൽ അറൌണ്ട് 40 years ഒറ്റ തവണ എങ്കിലും പാപ്പ് ടെസ്റ്റ് ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ഫൗൾ സ്മെല്ലിംഗ് ഡിസ്ചാർജ്, നാറ്റമുള്ള ഡിസ്ചാർജോ അല്ലെങ്കിൽ ഈ മെൻസസിൻ്റെ ഇടയ്ക്കുള്ള ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ കോണ്ടാക്ട് ബ്ലീഡിങ്, ഹസ്ബൻഡുമായിട്ട് ബന്ധപ്പെടുമുള്ള ബ്ലീഡിങ്ങോ ഉള്ളവർ തീർച്ചയായിട്ടും ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിച്ച് ഇതുണ്ടോ ഇല്ലയോ എന്നുള്ളത് കാര്യം ഉറപ്പുവരുത്തണം. പിന്നെ അത് വീണ്ടും വരുവാണെങ്കിൽ റിപ്പീറ്റഡായിട്ട് പരിശോധിക്കണം. കഴിയുന്നത് നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ ഒരു 97 അല്ലെങ്കിൽ 100% സക്സസ്സോടുകൂടി ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാൻസറാണ് സെർവൈക്കൽ ക്യാൻസർ. തീർച്ചയായും. പക്ഷേ ഈ എപ്പിസോഡിൽ നമുക്ക് പറയേണ്ടതും ആ ഒരു കാര്യം തന്നെയാണ്. മറ്റ് ക്യാൻസർ പോലെയല്ല, ഈ ഗർഭാശയ ക്യാൻസറിന്റെ കാര്യത്തിൽ പാപ്സ്മിയർ ടെസ്റ്റിലൂടെ നമുക്കത് ഭാവിയിൽ വരാൻ സാധ്യതയുണ്ടോ എന്നിവരെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു 40 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ എല്ലാ സ്ത്രീകളും വർഷത്തിൽ ഒരിക്കലെങ്കിലും പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നതിനെയാണ് ചെയ്യേണ്ടത്. ഈ രോഗത്തെ നമുക്ക് നേരത്തെ കണ്ടെത്തി ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ്. വളരെയധികം നന്ദി ഡോക്ടർ, ഞങ്ങളുടെ അതിഥിയായി എത്തിയതിന്. ഇന്നത്തെ ഡോക്ടർ കീ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നമസ്കാരം.